നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒമിക്രോൺ ആശങ്ക ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരികയാണ്. ഗൾഫ് രാഷ്ട്രങ്ങളിൽ സൗദിക്ക് പിന്നാലെ എല്ലായിടത്തും തുടരെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇതിന് പിന്നാലെ ഓരോ രാഷ്ട്രങ്ങളും വീണ്ടും നിബന്ധനകൾ കടുപ്പിക്കുകയാണ്. ഇപ്പോഴിതാ കുവൈറ്റിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ യാത്രക്കാരും യാത്രയ്ക്ക് 48 മണിക്കൂറിനിടെ നടത്തിയ കോവിഡ് പരിശോധനയുടെ നെഗറ്റീവ് ഫലം ഹാജരാക്കണം എന്ന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അധികൃതർ. എന്നാൽ നേരത്തെ 72 മണിക്കൂറിനിടെയുള്ള പരിശോധനാ ഫലം ഹാജരാക്കിയാൽ മതിയായിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. ഡിസംബർ 26 മുതൽ ഇത് പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ അടുത്ത ഞായറാഴ്ച മുതൽ രാജ്യത്തെത്തുന്ന എല്ലാവർക്കും 10 ദിവസം ഹോം ക്വാറന്റൈൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്നാൽ രാജ്യത്തെത്തി 72 മണിക്കൂറെങ്കിലും പിന്നിട്ട ശേഷം നടത്തുന്ന RT-PCR പരിശോധനയിൽ നെഗറ്റീവ് ഫലം ലഭിച്ചാൽ ക്വാറന്റൈൻ അവസാനിപ്പിക്കാവുന്നതാണ്. ഫലത്തിൽ 3 ദിവസത്തെ ക്വാറന്റൈൻ എല്ലാവർക്കും നിർബന്ധമായിരിക്കും. കൂടാതെ യാത്രകൾ വളരെ അത്യാവശ്യമെങ്കിൽ മാത്രം നടത്തണമെന്നും എല്ലാ ആരോഗ്യ സുരക്ഷാ മുൻകരുതൽ നടപടികളും പാലിക്കണമെന്നും അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്ത് കോവിഡ് വാക്സിന്റെ 2ാം ഡോസ് സ്വീകരിച്ച 9 മാസം പിന്നിട്ടവർക്ക് 3ാം ഡോസ് വാക്സിൻ നൽകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ജനുവരി 2 അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇതിനുള്ള സമയപരിധി കണക്കാക്കുക. അതേസമയം കുവൈറ്റിൽ ജനുവരി 2 ഞായറാഴ്ച അവധി പ്രഖ്യാപിച്ചു. രാജ്യത്തെ മന്ത്രാലയങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കുമായിരിക്കും അവധി ഉണ്ടാകുക. ക്യാബിനറ്റ് യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തിരിക്കുന്നത്. പുതുവർഷ പിറവി ദിനമായ ജനുവരി 1 ശനിയാഴ്ച ആയതിനാലാണ് തൊട്ടടുത്ത പ്രവൃത്തി ദിവസമായ 2ാം തീയതി അവധി നൽകുന്നതെന്ന് ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ സെന്റർ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒമാനിൽ 15 പേർക്ക് കൂടിയാണ് കോവിഡ് വൈറസിന്റെ ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒമാൻ സുപ്രീം കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കൂടുതൽ ഒമിക്രോൺ കേസുകൾ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക, തിരക്കേറിയ സ്ഥലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, ഒത്തുചേരലുകൾ ഒഴിവാക്കുക, കൈകളുടെ ശുചിത്വം പാലിക്കുക തുടങ്ങിയ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്നും ഒമാൻ TV പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെ ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെടുകയുണ്ടായി. ഒമാനിൽ കോവിഡ് വാക്സിന്റെ ബൂസ്റ്റർ ഡോസ് എടുക്കാനുള്ള സമയപരിധി 6 മാസത്തിൽ നിന്നും 3 മാസമാക്കി കഴിഞ്ഞ ദിവസം കുറച്ചിരുന്നു. വാക്സിന്റെ 2ാം ഡോസ് സ്വീകരിച്ച് 3 മാസം പിന്നിട്ടവർക്ക് ചൊവ്വാഴ്ച മുതൽ ബൂസ്റ്റർ ഡോസ് എടുക്കാൻ സാധിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ അറിയിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.